എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ്. മുടി നരയ്ക്കുക എന്ന് പറയുന്നത് ഇന്ന് സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്നൊരു കാര്യമാണ്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമാണ്. അതുമാത്രമല്ല, മുടി അമിതമായിട്ട് പൊഴിഞ്ഞു പോകുക, മുടി കിളിർത്ത് വരാതിരിക്കുന്ന അവസ്ഥ, മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥ, ഇതൊക്കെ എല്ലാ ആൾക്കാരും ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നൊരു കാര്യമാണ്. നമ്മൾ മുടി ഒരുപാട് പൊഴിയുമ്പോൾ നമുക്കത് മുടി കെട്ടിവെക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുക, പെട്ടെന്ന് മുടി നരയ്ക്കുന്നു, അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം എന്ന് മാത്രം. നമ്മൾ ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ കെമിക്കൽ ഡൈകളെ ആശ്രയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതുമൂലമുണ്ടാകുന്ന പരിണിത ഫലം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഇല്ല, നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റും. കാരണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നല്ലൊരു പാക്കും നാച്ചുറലായിട്ടുള്ളൊരു ഡൈയുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മുരിങ്ങയില ഒട്ടും പിന്നിലല്ല ആരോഗ്യ ഗുണത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ കുറേയേറെ മുരിങ്ങയില എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇല അല്ലെങ്കിൽ ഞവരയുടെ ഇലയാണ് എടുക്കുന്നത്. കാരണം നമ്മളെടുക്കുന്ന ഓരോ ചേരുവയും ഒട്ടും തന്നെ പിന്നിലല്ല മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലാഞ്ചി ഇലയാണ്. മൈലാഞ്ചി ഇലയായിട്ട് പച്ച ഇലയായിട്ട് ഉണ്ടെങ്കിൽ അത്ര നല്ലതാണ്. അതിപ്പോൾ അത് കിട്ടിയില്ല എങ്കിൽ ഒന്നുകിൽ ഉണക്കിയ ഇല ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതുമല്ലെങ്കിൽ പൊടി നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഒരു എക്സ്പയർ ഡേറ്റ് ഒന്നും കഴിയാത്ത പൊടികൾ നോക്കിയെടുക്കുക. എപ്പോഴും നല്ല റിസൾട്ട് കിട്ടുന്നത് മൈലാഞ്ചിയുടെ പച്ച ഇല വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. അത് നമുക്ക് ഇല ഇതുപോലെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇത് ഓരോന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ പാക്കായിട്ടും ഡൈ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ 2-3 ചേരുവകൾ ഒരുമിച്ച് ചേർക്കുമ്പം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ മൈലാഞ്ചിയില ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞവരയില എടുത്തിട്ടുണ്ട്. ചായപാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 1 കപ്പ്, എത്രത്താണോ എടുക്കുന്നത് അതിൻ്റെ പകുതി വരെ നമ്മൾ വറ്റിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കുരുമുളക് ആണ് ഇട്ട് കൊടുക്കുന്നത്. എത്രത്തോളം മുടിയുടെ ആ ഒരു വളർച്ചയ്ക്ക്, മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും ഗുണകരമാണ് നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേയിലപ്പൊടി, അതും ഒട്ടും പിന്നിലല്ല. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പുമാണ്. ഇനി ഇതിനെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പകുതിയോളം ആക്കിയെടുക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഇത് നമ്മൾ കുളിക്കുന്നതിന് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ തലയോട്ടിലും തലമുടിയിലും നല്ലപോലെ തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുകയാണെങ്കിൽ തന്നെ നല്ലൊരു മാറ്റം നമ്മുടെ മുടിയിലുണ്ടാവും. അത്രയേറെ ഗുണകരമാണ്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറി മുരിങ്ങയില, അതിനോടൊപ്പം പനിക്കൂർക്കയുടെ ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈലാഞ്ചിയുടെ ഇല. കൃത്യമായിട്ടൊരു കണക്ക് ഞാൻ പറയുന്നില്ല, നമുക്കിപ്പോൾ എത്രത്തോളം മുടിയുണ്ടെന്നനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു വിധമായ ദൂഷ്യം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇനി ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്നുകിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ പച്ചവെള്ളം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഞാനിതുപോലെ തയ്യാറാക്കിയ പോലെ തേയില മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ തേയിലയുടെ കൂട്ടത്തിൽ നമുക്ക് കരിഞ്ജീരകം, ഉലുവ, ഗ്രാമ്പു, നല്ല മുളകൊക്കെ ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്ന പോലുള്ള രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുരുമുളകും ഗ്രാമ്പും തേയിലയും ചേർത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ നമുക്ക് ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അന്നേരം ആ അരച്ച് കൊണ്ടുവന്നതിനെ നമുക്ക് അങ്ങനെ തന്നെ നമുക്കത് വെച്ചിട്ടൊരു ഡൈ തയ്യാറാക്കിയാൽ അതൊരു തരിയായിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ കാണും. അങ്ങനെ വരാണ്ടിരിക്കാനും വേണ്ടി നമ്മളിതിനെ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുളിക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ വെറുതെ നമ്മുടെ തലയോട്ടിലും തലമുടിയിലും തേച്ചാൽ നല്ല റിസൾട്ടാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മളൊരു ഡൈ രീതിയിലോട്ട് ചെയ്യുമ്പം ഈ രീതിയിൽ നമുക്ക് ഉപയോഗിച്ചത് കറക്റ്റായിട്ട് വരില്ല. നമ്മളൊരു പാക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുടിയിൽ തേക്കുന്നൊരു വെള്ളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. നരച്ച മുടിയെ നമ്മൾ കറുപ്പിക്കുക എന്ന് പറയുമ്പം നല്ലൊരു ഡൈ നമ്മൾ തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ ചേർത്ത് അരച്ചിട്ടുള്ള ആ ഒരു നീര് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ചേർക്കുന്നത്. ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണമോ സ്ലൈഡോ നമ്മൾ ഈ ഒരു ഡൈ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇരുമ്പിൻ്റെ ദോശത്തവയിലാണ് ഈ ഒരു നീരൊഴിച്ചേക്കുന്നത്. നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കപ്പൊടി. പച്ചനെല്ലിക്ക ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പച്ചനെല്ലിക്ക ഇല്ലാത്തത് കൊണ്ട് നെല്ലിക്കയുടെ പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിപ്പോൾ നമ്മൾ 1-2 സ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കാം, അല്ലെങ്കിൽ 1 സ്പൂൺ അത്രമാത്രം മതി. അതിന് ശേഷം നമ്മൾ ഈ ഒരു നീരിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട്
പച്ച മൈലാഞ്ചി ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് മൈലാഞ്ചിയുടെ പൊടി നമുക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ്. ഈ ഒരു ഡൈ നമ്മൾ മിക്സ് ചെയ്യുമ്പം തന്നെ അതിൻ്റെ കളർ മാറുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളത്. ഒരു ചെറുതായിട്ട് തീയിൽ ആ ഒരു ജലാംശം നല്ലപോലെ അങ്ങ് വറ്റി വരണം എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവത്തെ. അതിൻ്റെ ഒരു ഇടപ്പരുവത്തിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ. കാരണം ഇതിരിക്കുന്നതോറും കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ടാണ് ഇത്രത്തോളം മതി. എന്നിട്ട് ഇതിനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നുള്ളൂ. അന്നേരം നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കുറച്ചും കൂടെ നല്ല ഡാർക്ക് കളറിലുള്ള ഒരു കറുപ്പ് വരും. അത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ലൊരു പാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. മിക്സിയുടെ ജാറിൽ നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെ ഗുണങ്ങളിലോട്ട് പോകുന്നില്ല. അത് എത്രത്തോളം മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന കാര്യമാണ് ചെമ്പരത്തിയുടെ ഇല. പൂവുണ്ടെങ്കിൽ അതും എടുക്കാം. ഇപ്പം പൂ കിട്ടാത്തതുകൊണ്ട് ഇല മാത്രമാണ്, തളിരില നോക്കിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ മുടിക്ക് എത്രത്തോളം മുടിയുണ്ടെന്നനുസരിച്ച് ഈ എടുക്കുന്ന ചെരുവയിലൊക്കെ നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണ ഈ ഒരു താളി ഉപയോഗിച്ച് അത്രയേറെ ഗുണകരമാണ്. പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പേരയില. പേരയില ഒട്ടും പിന്നിലല്ല, മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം തന്നെയാണ്. വെറുതെ പേരയില നമ്മൾ കഞ്ഞിവെള്ളത്തിൽ അരച്ച് തലമുടി തേച്ചാലും നല്ല റിസൾട്ടാണ്. പിന്നെ ചുമന്നുള്ളി അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചുമന്നുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുമന്നുള്ളിക്ക് പകരമായിട്ട് സവാള അരമുറി ഇട്ടാലും മതി. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇനി ഇതിനെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് നമ്മൾ ഒന്നുകിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ചോറ് ഉപയോഗിക്കാം. ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുന്നതിന് നിലവിലുള്ള മുടിയുടെ തിക്നെസ്സിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു തിക്കായിട്ട് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. നല്ലതാണ് മുടി വളരാൻ കേട്ടോ. അന്നേരം കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കാം, തേയിലവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം, അതുമല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊന്നുമില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ നമ്മുടെ തലമുടിയിൽ നല്ലപോലെ തേച്ച്, പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന പോലെ തലയോട്ടിയിൽ നമ്മളെ കൈയുടെ തുമ്പ് കൊണ്ട്, വിരലിൻ്റെ തുമ്പ് കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിൽ, ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, കഴുകിക്കളഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആ ഒരു കറുപ്പുണ്ട്. അത് കറുപ്പെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കെമിക്കൽ ഡൈകളുടെ കണക്ക് ഡാർക്കായിട്ടുള്ളൊരു കറുപ്പല്ല. നമ്മൾ സാധാരണ നമ്മുടെ മുടിക്കുണ്ടാകുന്നൊരു കറുപ്പുണ്ടല്ലോ, അതാണ് ഈ ഒരു ഡൈയിലും കാണുന്നത്. ഞാൻ മുൻപുള്ള വീഡിയോകളിൽ പറയുന്ന പോലെ തന്നെ വീണ്ടും പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് മുടി നരയ്ക്കുകയും മുടി പൊഴിച്ചിലും അതുപോലെ താരനും മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കൊക്കെ തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ ഒരു കാരണങ്ങൾ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ ഇവ കാര്യങ്ങൾ കൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും എപ്പോഴും പറയുന്ന പോലെ 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കാരണം നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന പല കാര്യങ്ങളിലും കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും പരിഹാരം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എൻ്റെ മുടി അങ്ങങ്ങാട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ. ഞാൻ PCOD ഉള്ള ഒരാളാണ്. 3-4-5 വർഷമായിട്ട് എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനോടൊപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിലവിലുള്ള മുടിയെ എനിക്ക് അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അതിൻ്റെയൊക്കെ ഒരു നല്ല റിസൾട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഓരോ വീഡിയോ ആയിട്ട് എത്തുന്നത്. അന്നേരം ഇതിപ്പോൾ അമ്മയുടെ മുടിയാണ്. ഇത്രയും പ്രായമാണെങ്കിൽ പോലും അമ്മയുടെ മുടിയൊന്നും അധികം നരച്ചിട്ടില്ല, അങ്ങങ്ങാട്ട് മാത്രമേ നരച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഡൈ നമ്മൾ തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ 1 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 1.5 മണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ്. 2 ദിവസത്തിന് ഷാമ്പു ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകി കളയുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ, ഷാമ്പൂവിനെക്കാട്ടിൽ. അതിനും അല്ലെങ്കിൽ ഈ ഒരു താളി ഉപയോഗിച്ചാലും മതി, ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതിന് നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഡൈയും നല്ലൊരു പാക്കുമാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.